പ്രിയപ്പെട്ട സുഹൃത്തെ നമസ്കാരം. JD's കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. 2020 ഡിസംബർ 28 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സ് ജനറൽ നോളേജ്. കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്യുക, അതൊരു ശീലമാക്കി മാറ്റണം. എന്നാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മളുടെ വരുന്ന എക്സാമുകളിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. ഇവിടെ ഈ വീഡിയോ ഓരോ ദിവസവും ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സ് നൽകിക്കൊണ്ട് നിങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുന്നു. അതേപോലെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഹൂ വിൽ ബി കേരളാസ് യങ്ങസ്റ്റ് വില്ലേജ് പഞ്ചായത്ത് പ്രസിഡന്റ് ഗോയിങ് ടു ഹെഡ് ദി അരൂപ്പുളം വില്ലേജ് പഞ്ചായത്ത് ഇൻ പത്തനംതിട്ട ഡിസ്ട്രിക്ട്? പത്തനംതിട്ട ജില്ലയിലെ അരൂപ്പുളം ഗ്രാമപഞ്ചായത്തിൻ്റെ തലവനാകാൻ പോകുന്ന കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആരായിരിക്കും? രേഷ്മ മറിയം റോയ്. 21 വയസ്സുള്ള രേഷ്മ മറിയം റോയ് ആണ് കേരളത്തിലെ അരൂപ്പുളം വില്ലേജ് പഞ്ചായത്തിൻ്റെ ഏറ്റവും യങ്ങസ്റ്റ് പ്രസിഡന്റ് ആകാൻ പോകുന്നത്. പത്തനംതിട്ട കോന്നിയിലെ BNS കോളേജ് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ബിരുദധാരിയായ രേഷ്മ കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമായ വാർഡ് 11 നിന്ന് വിജയിച്ചു. അതേപോലെ 21 വയസ്സുകാരിയായ ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം മേയറായിട്ട് LDF പാർട്ടി തിരഞ്ഞെടുത്തിരുന്നു. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 21. നെയിം ഓഫ് ദ മിസോറാം ഗവർണർ ഹൂ ഈസ് ഗോയിങ് ടു റിലീസ് ഹിസ് ലേറ്റസ്റ്റ് ബുക്ക് ജസ്റ്റിസ് ഫോർ ഓൾ പ്രിജുഡൈസ് ടു നൺ. ജസ്റ്റിസ് ഫോർ ഓൾ പ്രിജുഡൈസ് ടു നൺ എന്ന പുസ്തകം പുറത്തിറക്കാൻ പോകുന്ന മിസോറാം ഗവർണറുടെ പേര്? PS ശ്രീധരൻ പിള്ളൈ. മിസോറാമിൻ്റെ ഗവർണർ ആയിട്ടുള്ള PS ശ്രീധരൻ പിള്ളൈ ആണ് ജസ്റ്റിസ് ഫോർ ഓൾ പ്രിജുഡൈസ് ടു നൺ എന്ന പുസ്തകം റിലീസ് ചെയ്യാൻ പോകുന്നത്. ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ, കേരള ഗവർണർ. വിച്ച് സ്റ്റേറ്റ് സ്റ്റാർട്ടഡ് ദി റേത്തുബന്ധു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ഫാമേഴ്സ് ഫോർ ദി റാബി സീസൺ ബൈ സ്പെൻഡിങ് an amount of rupees 7,515 crores? 7,515 കോടി രൂപ ചിലവഴിച്ച് റാബി സീസണിലെ കർഷകർക്ക് റേത്തുബന്ധു സാമ്പത്തിക സഹായം ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? തെലങ്കാന സ്റ്റേറ്റ്. റാബി സീസണിലെ കർഷകർക്കുള്ള റേത്തുബന്ധു ധനസഹായം 2020 ഡിസംബർ 28 മുതൽ അവരുടെ അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കുമെന്ന് മുഖ്യമന്ത്രി K. ചന്ദ്രശേഖർ റാവു അറിയിച്ചു. വിച്ച് സ്റ്റേറ്റ് ഹാസ് ഇനിഷ്യേറ്റഡ് ഡിസിപ്ലിനറി ആക്ഷൻ അഗെയിൻസ്റ്റ് ഡിസ്പ്ലേയിങ് ദി കാസ്റ്റ് ഐഡന്റിറ്റീസ് ഓൺ വിൻസ്ക്രീൻസ് ആൻഡ് നമ്പർ പ്ലേറ്റ്സ്? വിൻസ്ക്രീനുകളിലും നമ്പർ പ്ലേറ്റുകളിലും ജാതി ഐഡന്റിറ്റി പ്രദർശിപ്പിക്കുന്നതിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ച സംസ്ഥാനം? ഉത്തർപ്രദേശ്. വിൻസ്ക്രീനുകളിലും നമ്പർ പ്ലേറ്റുകളിലും ജാതി ഐഡന്റിറ്റി പ്രദർശിപ്പിക്കുന്നത് പിടിച്ചെടുക്കണമെന്ന് അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ മുകേഷ് ചന്ദ്ര എല്ലാ പ്രാദേശിക ഗതാഗത ഓഫീസുകളിലേക്കും അയച്ച ഉത്തരവിൽ പറയുന്നു. ഇന്ത്യ സൈൻഡ് an agreement with which country to cooperate in health and medicine and support green healthcare? ആരോഗ്യം, വൈദ്യം എന്നിവയിൽ സഹകരിക്കാനും ഹരിത ആരോഗ്യ സംരക്ഷണത്തെ പിന്തുണയ്ക്കാനും ഇന്ത്യ ഏത് രാജ്യവുമായി കരാർ ഒപ്പിട്ടു? ഇസ്രായേൽ. ആരോഗ്യം, വൈദ്യശാസ്ത്ര മേഖലകളിൽ സഹകരിക്കുന്നതിനുള്ള കരാറിൽ ഇന്ത്യയും ഇസ്രായേലും ഒപ്പുവെച്ചു. കാലാവസ്ഥ പ്രതിരോധ ശേഷിയുള്ള അടിസ്ഥാന കാര്യങ്ങൾ വികസിപ്പിക്കുന്നതിൽ വൈദഗ്ധ്യം പങ്കിടൽ, ഹരിത ആരോഗ്യ സംരക്ഷണത്തിനുള്ള പിന്തുണ എന്നിവ പ്രകാരമുള്ള കരാറാണ് ഇന്ത്യയും ഇസ്രായേലും ഒപ്പുവെച്ചിട്ടുള്ളത്. ഇൻ വിച്ച് സീ ഇന്ത്യൻ ആൻഡ് വിയറ്റ്നാമീസ് നേവി കണ്ടക്റ്റഡ് എ 2-day പാസേജ് എക്സസൈസ് ഫ്രം 26 ഡിസംബർ ടു 27 ഡിസംബർ 2020? ഏത് കടലിൽ ഇന്ത്യ വിയറ്റ്നാമീസ് നാവികസേന 2020 ഡിസംബർ 26 മുതൽ 27 ഡിസംബർ വരെ 2 ദിവസത്തെ പാസേജ് എക്സസൈസ് നടത്തി? സൗത്ത് ചൈന സീ. ഇന്ത്യയും വിയറ്റ്നാമീസ് നേവിയും 26 ഡിസംബർ മുതൽ 27 ഡിസംബർ വരെ 2 ദിവസത്തെ എക്സസൈസ് നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമുദ്ര സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു ഈ പാസേജ് എക്സസൈസ്.
Kerala Blasters won its first game of the Indian Super League season 2020 against which team on 27th December 2020? 2020 ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസണിലെ ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചത് ഏത് ടീമിന് എതിരെയാണ്? ഹൈദരാബാദ് FC. നമ്മളിന്ന് ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് അപ്ഡേറ്റ് ചെയ്തത്. നമ്മളോരോ പ്രാവശ്യം ഇതേപോലെ അപ്ഡേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മളിൽ നല്ല മാറ്റം വരും. നമുക്ക് ഏതൊരു എക്സാമും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.